കോടതി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് വാദിയും പ്രതിയും വക്കീലുമൊക്കെയാണ്. രസകരങ്ങളായ പല വാദങ്ങളും അവിടെ നടക്കാറുണ്ട്. അത്തരത്തിലുള്ള ഒരു കേസിന്റെ വാദം നമുക്ക് ശ്രദ്ധിക്കാം. പേരെടുത്ത് പടിഞ്ഞാറ്റിൽ വീട്ടിൽ രാധാകൃഷ്ണൻ മകൻ ശിവകുമാർ ഹാജരുണ്ടോ? 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 ഫരീദിൻ അഹമ്മദ് മകൻ ബീരാങ്കുഞ്ഞ് ഹാജരുണ്ടോ? 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 ഓർഡർ ഓർഡർ. ബീരാൻ അകത്തോട്ട് വാ. അകത്തോട്ട് വരാനാ? പിന്നെ നിന്റെ പുറത്തോട്ടാണ് ഞാൻ കയറിയിരിക്കുന്നത്. അകത്തോട്ടല്ലേ വന്നത്. ഇവിടെ അകത്തോട്ട് വന്നപ്പോൾ ഒരുത്തൻ വിളിച്ചു വരുത്തിയിട്ട് ഒരുത്തനിരുന്ന് ഓടാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എങ്ങോട്ട് ഓടാനാണിത്? ചുമ്മാ ആളും തരം നോക്കിയിട്ട് സംസാരിക്കണം. എനിക്ക് പല പണികളിലാണ് പോയിട്ട് ഉള്ള കാര്യം. സൈലൻസ് പ്ലീസ്. ഇതെന്നാ കണ്ടോ? ഈശ്വരനെ വിളിക്കുമ്പോഴത്തേനും സൈലൻസ് പഠിച്ചോനാണ്. നമ്മുടെ സത്യം മാത്രമേ ബോധിപ്പിക്കുള്ളൂ. ആയിക്കോട്ടെ, ചോദിച്ചു ഞാൻ കാണിച്ചു തരാം. മിസ്റ്റർ ബീരാൻ. മിച്ചർ ബീരാനാ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ആദ്യം തന്നെ മുടക്കാൻ നിൽക്കരുത്. നാട്ടുകാർ പല ഇല്ലാപ്പേരും വിളിക്കും. അതിന് മിച്ചർ ബീരാൻ മിച്ചർ ഉണ്ടാക്കി വിൽക്കാറുണ്ടെനിക്ക്. പിന്നെ മിച്ചർ ബീരാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പോണേ. ഓർഡർ ഓർഡർ. ഇതെന്താരെ ആശാരിനെ കൊട്ടോടെ ഇതാരത്? അദ്ദേഹം ജഡ്ജിയാണ്. ജഡ്ജി. അവൻ ജഡ്ജാലും കുട്ടിയാലും നിൽക്കണ്ട വേണ്ടേ? അവൻ ആളും തരം നോക്കി സംസാരിക്കേണ്ടത്. വിളിച്ചോണ്ട് വരുത്തി ഒരു കാര്യത്തിന് വേണ്ടി വിളിച്ചു വരുത്തി അത് ഒരു കോംപ്രമൈസ്, ഒരു പരിഹാരം, ഒരു അറേഞ്ച്മെന്റ് ഉണ്ടാക്കി തന്നിട്ടേ പോവുള്ളൂ. പിന്നെ എന്നതിന് പിന്നെ അവിടെ ഓടിന് ചാടുന്നു. ശരി ബീരാൻ, ശരി ബീരാൻ, ഒരു കാര്യം. നിങ്ങളാണോ ശശികുമാർ? ശിവകുമാർ. ശിവകുമാർ, നിങ്ങൾ എന്ത് ചെയ്യൂ? അടിച്ചു സാറേ. ഇദ്ദേഹം തല്ലാത്ത ഒരു ശരീരത്തിൽ ഒരു ഇഞ്ച് സ്ഥലമില്ല സാറേ. എന്നെ ഇയാൾ തല്ലി കൊന്നില്ലെന്നേ ഉള്ളൂ സാറേ. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ച എവിടെയാണ് സാറേ? ഇയാള് കമ്പി പാലിച്ചിട്ടുണ്ട്. ഈ കൈയിലുണ്ട്. കൈ അടിച്ചൊടിച്ചു സാറേ. രണ്ടാഴ്ചയായിട്ട് എനിക്ക് ഇപ്പൊ ഇങ്ങനെ പൊക്കാൻ ഭയങ്കര വേദനയാണ് സാറേ. കൈ പൊക്കാൻ പാടില്ല. ആദ്യം നിങ്ങൾ എന്തോരം പൊക്കിയിരുന്ന സാറേ? ആദ്യം ഇവിടെ വരെ പൊങ്ങുമായിരുന്നു സാറേ. ഇപ്പൊ പൊങ്ങൂല്ല സാറേ. ശരി ശരി. യെസ് യുവർ ഓണർ, കം ടു ദി പോയിന്റ്. ബീരാൻ ഈ നിൽക്കുന്ന ആളെ അറിയോ? ഇവനെ അറിയോന്നാ? ഇവനെ വന്നപ്പോ തന്നെ ഞാൻ കണ്ടാണ്. അന്നേരം തന്നെ മനുഷ്യനെ കാണത്തിട്ട് സംസാരിച്ചിട്ടുണ്ട്. ബീരാൻ കൂൾ ഡൗൺ. അല്ല ഞാൻ പറയട്ടെ, പറയുന്ന കേൾക്കൂ. ഇവനെ അറിയോന്നാ? ഇവനെ ഉണ്ടല്ല, ഇവനെ നോക്കി. ഇത് എന്താണ് പോലീസ് സ്റ്റേഷൻ? എന്താണിത്? ഇത് കോടതിയാണ്. കോടതിയായിപ്പോ അല്ലെങ്കിൽ ഇവനെ കൊന്നനെ അറിയാമോ നമുക്ക്? ഇദ്ദേഹത്തെ എങ്ങനെ അറിയാം? പറയൂ. ഇവനെ ഇതൊരു വലിയ സ്റ്റോറിയാണ്. അതിനുമുമ്പ് ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ ഇദ്ദേഹത്തെ വൈരാഗ്യം കൊണ്ടാണോ മർദ്ദിച്ചത്? വൈരാഗ്യം കൊണ്ടോ? അതായത് മുൻവൈരാഗ്യം കൊണ്ടാണോ മർദ്ദിച്ചതെന്ന്? പിന്നെ മുൻവൈരാഗ്യം കൊണ്ട് നമ്മളൊരു കാര്യം നടക്കുന്ന സമയത്ത് പ്രശ്നം ഉണ്ടാവും. മുൻവൈരാഗ്യം തപ്പി പോവാണ്. എൻ്റെ കയ്യിൽ കാലം കൊണ്ടൊക്കെ തല്ലി ഓടിച്ചവൻ്റെ കൈ അത് ഞാൻ സമ്മതിക്കണ്ടല്ലോ കോടതിയിൽ. ഞാൻ ഇവിടെ സമ്മതിക്കേണ്ടത് അല്ല. സമ്മതിച്ചു. ഇദ്ദേഹത്തെ തല്ലാനുള്ള കാരണം എന്താണ്? തല്ലാനുള്ള കാരണം എന്ന് പറഞ്ഞ വലിയ ഈ പുള്ളി സമ്മതിക്കില്ല. ഇല്ല, കുഴപ്പമില്ല. വീരൻ പറഞ്ഞോളൂ. പ്രായമായി കഴിഞ്ഞപ്പോൾ എല്ലാവരും പിരിച്ചുകൂടി തല അരച്ചിട്ടൂടെ വെച്ചോണ്ടിരിക്കുന്നത് എന്തിനാണ്? പറഞ്ഞോളൂ. ഇതൊരു വലിയ സ്റ്റോറിയാണ്. അത് ഞാൻ ബീഫാക്കി പറയാം. ഞാൻ എനിക്കിപ്പോ വാഴക്കുള്ള കച്ചവടം, പിന്നെ ഈ ആക്രി കച്ചവടമാണല്ലോ എനിക്ക്. വാഴക്കുള്ള കച്ചവടമാണ് മെയിൻ ആയിട്ട്. പിന്നെ നമ്മൾ ഡീസന്റ് ആയിട്ട് ഇങ്ങനെ കച്ചവടം കൊണ്ടുവരുന്ന ആളാണ്. നമുക്ക് പറ്റിയിട്ടില്ല, ഒട്ടിപ്പില്ല, ഒരു പരിപാടിയില്ല. വെരി ഗുഡ്. നമ്മളിങ്ങനെ ഒരു ദിവസം ഇങ്ങനെ വാഴക്കുല മേടിക്കാനായിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുന്ന സമയത്ത് ബസ് വന്നു. മറ്റേ എന്ത് ബസ്സാണ്? മറ്റേ ആനയുടെ പടമൊക്കെ ഉള്ളൊരു ബസ് ഉണ്ടല്ലോ, ട്രാൻസ്പോർട്ട് ബസ്. ആ ബസ്സിൽ ഇങ്ങനെ കയറി ചവിട്ടി കിട്ടി നമ്മളും കൂടി കയറി ചെന്ന് നല്ല തിരക്കൊക്കെ ഉണ്ട്. നമ്മൾ എന്നിട്ട് കേട്ടോളാം കേട്ടോ. ഇതൊക്കെ കേൾക്കേണ്ട കേസാണിത്. ഞാനിപ്പോ എന്നെ അദ്ദേഹം ജഡ്ജിയാണ്. അദ്ദേഹം പറഞ്ഞോട്ടെ. ആരും ആയിക്കോട്ടെ, മാനം മര്യാദ വേണ്ട. പറഞ്ഞോളൂ. അതോ വേണോ? അതോ. എന്നിട്ട് ഞാനൊരു കാര്യം ചെയ്യും. ഞാൻ കയറി ഇങ്ങനെ കുറെ പെണ്ണുങ്ങളിൽ നിൽപ്പുണ്ട്, ആണുങ്ങൾ നിൽപ്പം. നമ്മൾ ഇടയ്ക്ക് ഒരു ഒതുങ്ങിപ്പോ ആവാനുള്ള നമുക്ക് ഇത്തിരി പ്രായമൊക്കെ ആയില്ലേ. നമ്മൾ മര്യാദയ്ക്ക് അവിടെ നിൽക്കുന്ന സമയത്തെങ്കിൽ ഈ മറ്റേ ഈ ബസ്സിൽ വേറെ ഒരുത്തനുണ്ടല്ലോ, കാക്കി കാലസറൊക്കെ ഇട്ടിട്ട്, കാക്കിയുടെ കാലസറൊക്കെ ഇട്ടിട്ട് ഒരു ബാഗൊക്കെ കെട്ടി വെച്ചിട്ട്, അത് തന്നെ കൺട്രാവി. ഈ കൺട്രാവി വന്നിട്ട് എന്നോട് ചോദിക്കണ ചോദ്യമാണ്, എന്താണ്? ടിക്കറ്റ് എടുത്തോന്ന്. ടിക്കറ്റ് എടുത്തോന്ന് കയറി ചെന്നയാളോട് ചോദിക്കണ ടിക്കറ്റ് എടുത്തോന്ന് ചോദിക്കും. അല്ലാണ്ട് റസൂലാണ്. ഞാൻ ഇന്നേ വരെ ഒരാളുടെ ഒരു സാധനം എടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞു, മോനെ നീ വെച്ചോടുത്ത് നോക്ക്, അത് വല്ലയിടത്തും വെച്ച് മറന്നു പോയായിരിക്കും നമ്മൾ ഉള്ള കാര്യം പറയല്ല. അപ്പോൾ എന്നോട് പറയാണ്, ടിക്കറ്റ് എടുത്താലേ ഈ ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. അതെ, എടുത്താലേ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ.
അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ നമ്മൾ ചോദിച്ചു എത്ര ഉറുപ്പ്യാവൂന്ന് ചോദിച്ചു. എത്ര ഉറുപ്പ്യാവൂന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു 10 രൂപ 50 പൈസ ആവുന്നു. 10 രൂപ 50 പൈസ ആവുന്നു. 10 രൂപ 50 പൈസ ആവുന്നു. അപ്പൊ നമ്മളൊരു ബിസിനസ്സുകാരനാണല്ലോ. അങ്ങനെ ബിസിനസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എല്ലാവരോടും ചോദിക്കും, ബായക്കൽ മേടിച്ചാലും ആക്രി സാധനം പാട്ട ഇതൊക്കെ പേറിക്കുന്ന സമയത്ത് നമ്മൾ ചോദിക്കും എന്തേലും ഒരു അഡ്ജസ്റ്റ്മെന്റ്, ചെറിയ അഡ്ജസ്റ്റ്മെന്റ്. അത് വെച്ചിട്ട് ഞാൻ ഈ കണ്ടക്ടറോട് ചോദിച്ചു, മോനെ എന്തെങ്കിലും കുറച്ച് തരാമോ എന്ന് ചോദിച്ചു. അപ്പൊ 10 രൂപ 50 പൈസ തരാതെ പറ്റൂല, എന്നാലും ടിക്കറ്റ് ഉള്ളത്. അങ്ങനെ പിടിയാ വിലയ്ക്ക് ഞാൻ ഈ 10 രൂപ 50 പൈസ കൊടുത്തിട്ട് ഈ ടിക്കറ്റ് മേടിച്ച് കൈക്കലാക്കി. 10 രൂപ 50 പൈസ കൊടുത്ത് ടിക്കറ്റ് മേടിച്ചു. നമ്മൾ പോക്കറ്റ് ഇട്ടു. ഇപ്പൊ അവന്റെ ആഗ്രഹമല്ല പൊക്കോട്ടെ നേരിച്ച് ടിക്കറ്റ് മേടിച്ച് കൈക്കലാക്കി. അങ്ങനെ ബസ് അങ്ങോട്ട് പോണ സമയത്ത് ഇടയ്ക്ക് വെച്ചിട്ട് ഒരുത്തൻ കൈ കാണിച്ചു. ഒരുത്തൻ ബസ്സിന് കൈ കാണിച്ചു. ആ കൈ കാണിച്ച ഹിമാറാണ് ഇവൻ. ഇവനാണ് കൈ കാണിച്ചത്. ഇദ്ദേഹം ചെക്കറാണ്. അവൻ തെക്കനോ വടക്കനോ ഏതെങ്കിലും ആയിട്ട് എനിക്ക് പറഞ്ഞിട്ട് കാര്യമില്ല മോനെ. കൈ കാട്ടി ബസ് നിർത്തിയിട്ട് ഈ പറ്റേണ്ടല്ല ഇവൻ. കോട്ട ലക്ഷ്യത്തിന് ബീരാനിൽ നിന്നും 25 രൂപ കൂടെ കോടതി പിഴ ഈടാക്കുന്നു. ചീത്ത പറയാൻ പാടില്ല. ഒരു ചീത്തക്ക് 25 രൂപ വെച്ച് ഇവിടെ ഈടാക്കും. ആണോ? അങ്ങനെയുണ്ട് ഇവിടെ. പോട്ടെ, എനിക്ക് 25 രൂപ പോയി പോട്ട് പുല്ലെന്ന് വെക്കും ഞാൻ. എന്നിട്ട് ഇവൻ ബസ്സേ കയറിയിട്ട് ഇവൻ എന്നോട് വന്നിട്ട് ചോദിക്കാൻ, ഈ നിൽക്കുന്ന വൃത്തികെട്ട തെണ്ടി ഇവൻ. കോടതി വീണ്ടും ബീരാനിൽ നിന്നും 25 രൂപ കൂടി പിഴ ഈടാക്കുന്നു. ബീരാൻ 25 രൂപ ഇപ്പൊ 50 രൂപയായി. ബീരാൻ കോട്ടെന്നെ ഇതൊക്കെ പൊക്കോട്ടെ, എന്നാലും ഞാൻ എന്തെങ്കിലും ചെയ്തുണ്ടായിക്കൊള്ളാം. എന്നിട്ട് ഇവൻ എന്റെ ബസ്സേ കയറിയിട്ട് ഇവൻ എന്നോട് ചോദിക്കാണ് ടിക്കറ്റ് തരാനായിട്ട്. ടിക്കറ്റ് തരാൻ 10 രൂപ 50 പൈസ കൊടുത്ത് മേടിച്ച ടിക്കറ്റ് ഞാൻ കൊടുക്കുവോ മോനെ? ഞാൻ കൊടുക്കുവോ? അപ്പൊ ഇവനടവ് മാറ്റി ഈ നിൽക്കണ പറ്റി ഇവൻ. സൈലൻസ്. വീണ്ടും ബീരാനിൽ നിന്നും 25 രൂപ കൂടി കോടതി പിഴ ഈടാക്കുന്നു. അതെയോ? ഒരു 100 രൂപ എനിക്ക് തരാമോ? എന്തിനാണ്? ഒരു 100 രൂപ കൊണ്ട് ഒരു 4 തെറി ഇയാക്കടെ മുഖത്ത് നോക്കി എനിക്ക് പറയണമെന്നുണ്ട്. തരാൻ പറ്റും കേട്ടോ. ചുമ്മാ ഇങ്ങനെ എല്ലാത്തിനും പരിപാടിക്കാ. അങ്ങനെയൊക്കെ പറയാമോ? എന്നിട്ട് ഇവൻ ഈ നിൽക്കണവനുണ്ടല്ലോ, ഈ നിൽക്കണവനെ അടവ് മാറ്റിയിട്ട് എന്നോട് ടിക്കറ്റ് ഒന്ന് കാണട്ടെ. അപ്പൊ പാവപ്പെട്ടവനായിരിക്കും വല്ല ടിക്കറ്റ് കാണാൻ കൊതിയായിരുന്നു. സിനിമ കാണാനൊക്കെ കൊതി കേട്ടിട്ട് ടിക്കറ്റ് കാണാനൊക്കെ കൊതി കിട്ടും. അങ്ങനെ കൊതിയുണ്ടോന്ന് കരുതി നമ്മളൊരു കാര്യം ചെയ്ത് ടിക്കറ്റ് എടുത്തൊന്ന് ഇവന്റെ കയ്യിലേക്ക് കൊടുത്തു. നമ്മളൊരു മാനുഷിക പരിഗണന വെച്ചിട്ട് കൊടുത്ത്. ഇവനൊരു കാര്യം ചെയ്തു. ഇവൻ ഈ പോക്കറ്റിൽ നിന്ന് പേന അങ്ങനെ എടുത്തിട്ടുണ്ടല്ല, ഈ ടിക്കറ്റ് എടുത്തിട്ട് കരകൂരാന്നൊരു ഒറ്റ കുത്തി വരാനും. അത് പോട്ടെ, അത് ക്ഷമിക്കാം, പേനയല്ലേ. ഇപ്പൊ കണ്ടിട്ട് വരയ്ക്കും, പേപ്പർ കണ്ടാ വരയ്ക്കും നോക്കാം. അതിനുശേഷം ഈ നിൽക്കണവനെല്ലാം കാണിച്ചെന്നറിയോ ഇവൻ ചെയ്തത്? ഈ വൃത്തികെട്ടവൻ ചെയ്തതെന്നറിയോ? ഇവനെ ടിക്കറ്റ് പിടിച്ചിട്ട് വട്ട ഒരൊറ്റ കീറലാണ്. അപ്പൊ എനിക്ക് കേസ് വേണ്ട.